ആക്ഷൻ. പുഷ്പ ഫയർ അല്ലടാ, കാട്ട് ഫയർ. పుష్ప అంటే ఫైర్ అనుకున్నాం కానీ ఫ్లవర్. ആദ്യമേ എന്തിനാണ് ജപ്പാനിൽ പോയി ഫൈറ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് മനസ്സിലായല്ലോ. ഭൂലോക അപരാധമൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. തെലുങ്കന്മാരുടെ പടമല്ലേ, അതുകൊണ്ട് കൊള്ളാം. പടം ബ്രോ, വേറെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് പോകണ്ട. ഒരു മിനി ആവറേജ് പടം. ശോകമല്ല, കുറച്ചധികമായി പോയി, പ്രതീക്ഷിച്ച് പോണ്ട. ഇപ്പൊ 3 ഉണ്ടെന്ന് പറയുന്നുണ്ടോ? വേണ്ട അവന്റെ അടുത്ത് വേറെ വല്ലതും ചെയ്യാൻ പറ പോയി. 300 കോടി അടിച്ച ഭാഗ്യം. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുഷ്പ ഫയർ അല്ലടാ, വൈൽഡ് ഫയർ, കാട്ടുതീ, കാട്ടപരാധമായിട്ടാണ് റിലീസ് ആയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ബഡ്ജറ്റ് കൂടിയ ചിത്രങ്ങളിൽ ഒന്നാണ് പുഷ്പ. പുഷ്പ 2 3.5 മണിക്കൂറാണ് പടത്തിന്റെ ലെങ്ത്. ഇത്രയും സമയം നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ 2 മണിക്കൂറുള്ള സിനിമ പോലും ലാഗ് ഉണ്ടെന്ന് പറയുന്ന ഈ സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ പടം 3.5 മണിക്കൂർ വരിക എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മൾ എൻഗേജ് ചെയ്യണം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ ആൾക്കാർ ചിരിക്കുന്ന ശബ്ദം അപ്പുറം ഇപ്പുറം കേട്ടു തുടങ്ങി. ഈ സിനിമ കാട്ടപരാധമാക്കിയതിന്റെ പ്രധാന കാരണം ഈ സിനിമയിലെ ഫൈറ്റാ. ഒരു 5-6 ഫൈറ്റ് ഉണ്ട്. എന്താ പൂടപ്പിരിയൻ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറും സലീംകുമാർ പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി കുറെ ഫൈറ്റ്. നമുക്ക് തിരിക്കാം ഓരോ ഫൈറ്റ് ഓരോന്നായിട്ട്. ആദ്യത്തത് ജപ്പാൻ ഫൈറ്റ്, ഒത്തില്ല. രണ്ടാമത് സാരി ഉടുത്തൊരു ഫൈറ്റ് ഉണ്ട്. അത് പിന്നെ പോട്ടെ, നമുക്ക് വെക്കാം. പുള്ളിക്കാർ സാരി ഉടുത്തല്ലേ ഉള്ളൂ, നല്ലതാ. സ്ത്രീയും വർണ്ണ വിവേചനം പാടില്ല. അതെ. മൂന്നാമതൊരു ഫൈറ്റ് ഉള്ളത് കെട്ടിയിട്ട് ഫൈറ്റാ. പുള്ളിക്കാരന്റെ കൈയും കാലവും കെട്ടും. അപ്പൊ നമ്മൾ ഷോ ഇനി എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഒരു ആയുധം പോലും പുള്ളിയുടെ കയ്യിലില്ല. അപ്പോഴാണ് പറന്നു വന്നിട്ടുള്ളൊരു പറന്ന് ഇടിച്ചോ അത് സഹിക്കാം. ഇത് പറന്ന് ഇടിക്കുകയല്ല, പറന്ന് കടിക്കുക. കടിയെന്ന് പറഞ്ഞ ഡ്രാക്കുള പോലും ഇതുപോലെ കടിക്കത്തില്ല, കടിച്ച് ചോരവിടെ കടിച്ച് തെറിപ്പിക്കും. അതിങ്ങനെ സ്ലോ മോഷൻ. നമുക്ക് കൊമ്പെല്ലൊക്കെ ആണെങ്കിൽ കടിക്കാന്നൊക്കെ വിചാരിക്കും. ഇതെങ്ങനെ ആ ഒരു ലോജിക്കലി നമുക്ക് എന്തായാലും ഈ പടം ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു മനുഷ്യന്റെ എവിടെയൊക്കെയാ കടിക്കുന്നത്? കഴുത്തി കടിക്കുന്നു, കയ്യെ കടിക്കുന്നു, പിന്നെ പലയിടത്തും കടിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കടിച്ചോണ്ട് ആളുകൾ മരിച്ചും പോവാണ്. ആ പിന്നെ കടിച്ചോണ്ട് പറക്കും. ഇവിടുന്ന് കഴുകാൻ മറ്റേ മീനിനെ കൊത്തിയെടുത്തിട്ട് പോകും പോലെ ചാടി വന്ന് കടിച്ചവനെ കൊണ്ട് പറന്ന് താഴോട്ട് ഇടും. ഇനി ഫഹദിന്റെ കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ഫഹദിക്ക് അറിയാം ഈ മൂവി കയ്യിന്ന് പോയി അത്ര ഇതായിട്ടില്ല എന്ന് അറിയാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പ്രൊമോഷൻ പോലും വരാതിരുന്നതെന്ന് ഇപ്പൊ തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ എൻഡില് ഫഹദിന്റെ എൻട്രിയും ആ ക്ലൈമാക്സ് നമുക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്ന ക്ലൈമാക്സ് ആണ്. കാരണം ഫഹദിനെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ ഭയങ്കര പെർഫോമൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് അല്ലാതെ ഒരു കെയർ ഫഹദ് ചെയ്യില്ല. സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും പുള്ളിയെ വെറും ജോക്കർ ആക്കുന്നൊരു എൻട്രി പോലും കൊടുക്കാമായിരുന്നു ആദ്യം വന്നപ്പോ. പക്ഷെ അതുപോലും കൊടുക്കാതെ ഒരു നോർമൽ എൻട്രി കൊടുത്തു. പക്ഷെ പിന്നെ അങ്ങോട്ട്, അതായത് അല്ലു അർജുൻ തടി കടത്തും, ഫഹദ് പിടിക്കാൻ പോവും, പിടിക്കാൻ പറ്റാതെ തിരിച്ചു വരും. പിന്നെയും കടത്തും, ഫഹദ് പുറകെ പോവും, പിടിക്കാൻ പറ്റാതെ തിരിച്ചു വരും. പിന്നെയും കടത്തും. പിടിക്കാനുള്ള ചാൻസ് കൊടുക്കാമായിരുന്നു അല്ലേ? ഒരു കഷ്ണമെങ്കിലും, ഒരു കഷ്ണം പോലും പുള്ളിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ അവിടെ കൊണ്ടുപോയി കളിയാക്കി വിട്ടതുപോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ആയത്. ഫഹദിന് ഒന്നും ചെയ്യാനുമില്ല. പുള്ളി എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥിരം ഒരു പോലീസുകാരൻ എന്നതിനപ്പുറത്തേക്ക് ഫഹദിന് അങ്ങനെയുള്ള ഒരു ഡിമാൻഡിങ് ക്യാരക്ടർ ആയിരുന്നു. പുഷ്പ 1 ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. എൻഗേജിങ് കൊമേഴ്ഷ്യൽ പടമായിരുന്നു. അതെ, ഇത് പക്ക കൊമേഴ്ഷ്യൽ ആണ്. ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നമ്മളിത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിക്കണമല്ലോ, അതും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തതിൽ കാട്ടവരാതാക്കിയത് രശ്മിക മന്ദാനയാണ്. പുള്ളിക്കാരിക്ക് ഈ സിനിമയിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പുള്ളിക്കാരിക്ക് ഈ മൂഡ് വരും. പുഷ്പ കണ്ടാൽ മൂഡ് വരും, പുഷ്പ അടുത്ത് നടന്നു പോയാൽ മൂഡ് വരും, പുഷ്പ ഉമ്മ വെച്ചാൽ മൂഡ് വരും. മൂഡ് വന്നാൽ പുള്ളിക്കാരി അടുക്കളയിലാണോ ബെഡ്റൂമിലാണോ ബാത്റൂമിലാണോ എവിടെയെന്ന് അറിയത്തില്ല, അപ്പൊ പുള്ളി കളിച്ചിട്ട് കൊണ്ടുപോകും. അതെവിടെയാണെങ്കിലും പുള്ളിക്കാരി മൂഡ് വന്നാൽ പിന്നെ പാട്ടാ. പക്ഷേ ഇതില് രശ്മിക എന്ന് പറഞ്ഞാല് ഡയറക്ടർ കൃത്യമായിട്ട് കൊടുത്തത് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. രശ്മികയെ ഓവറായിട്ട് വെറുപ്പിക്കാനുള്ളൊരു അവസരം ഡയറക്ടർ നൽകിയിട്ടില്ല. കാരണം അത്രേ സീനേ ഉള്ളൂ. അതെ, പിന്നെ നല്ല പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ലുവിന്റെ ഒപ്പം നിന്നിട്ട്. സ്ഥിരം ഫാമിലി ഡ്രാമയിൽ അല്ലു അർജുൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്കും രശ്മി കയറി പെർഫോം ചെയ്യുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഫയറാണ്. ശരിക്കും ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഇത്ര പൈസ സമ്പാദിച്ചു, ഇത്രയും ഇതൊക്കെ ആയിട്ടും ഒരു പേരില്ല, വീട്ടിൽ പേരില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ വിഷമം. അത് ഭയങ്കര ഒരു ക്രിഞ്ചായിട്ടാ തോന്നുന്നത്. ശരിക്കും അതാണ് സിനിമയുടെ മനോവിഷമം. പുള്ളിക്കാരുടെ അവസാനം ഒരു വീട്ടുപേര് കിട്ടുമ്പോ പുള്ളി കരയും.
അതോടെ പടം തീരും, ആൾക്കാർ ചിരിക്കും. ഇനി ഇതിന്റെ ഏറ്റവും വലിയ കാര്യം 3 ഇവർ എന്താണ് കാണിക്കുന്നത്? ഒരു 3 ഉണ്ട് ഇതില്. സസ്പെൻസ് ആയിട്ട് വില്ലൻ ആരാധന തീർക്കാനുള്ളത് ഉണ്ടായിരുന്നത് ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തുകൊണ്ട്? ക്ലൈമാക്സ് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ്. അതായത് 3.5 മണിക്കൂർ പടം കാണിച്ചിട്ടും അവർക്ക് മതിയായിട്ടില്ല. ഇനി 3 കൂടി നമ്മളെ കാണിച്ചു തരും. അതായത് ഒരു സീരിയല് പോലെയാണ് അവർ ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാവുന്നത്. പക്ഷെ ഹെവി ബഡ്ജറ്റ് ഉണ്ട്, ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ പടം 3.5 മണിക്കൂറുണ്ട്. എന്നിട്ട് ഇതിൽ എടുത്തു പറയേണ്ടതേ പാട്ടുകളാണ്. പുഷ്പ 1 പാട്ടുകളൊക്കെ എന്ത് ട്രെൻഡ് ആയിരുന്നു. എല്ലാം ഭയങ്കര ഒരു ഏറ്റെടുത്ത പാട്ടുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ പുഷ്പ 2 വന്നപ്പോൾ പാട്ടുകൾ ചുമ്മാ വെറുതെ കുത്തി നിറയ്ക്കാന്നുള്ളൊരു ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അങ്ങനെ കുറെ പാട്ടുകള്, ഒന്നും അർത്ഥമില്ലാത്ത പാട്ടുകള്. പിന്നെ നമ്മൾ അമ്മ പാസം കണ്ടിട്ടുണ്ട്, പെങ്ങൾ പാസം കണ്ടിട്ടുണ്ട്. ഇതില് വല്യച്ഛൻ പാസ്സാണ്. അതെ അതെ, വല്യച്ഛനൊന്ന് അംഗീകരിച്ചു കൊടുക്കാന്നുള്ള വല്യച്ഛ പാസമാണ്, കുറച്ച് വലിയ പാസമാണ്. അതെ അതെ. ഇതിലെ പാട്ടുകൾ എടുത്ത് മാറ്റിയാൽ തന്നെ പടം 1/2 മണിക്കൂർ കുറയും. ഇത്രയും പാട്ടുകളുണ്ട്. ഫൈറ്റ് എടുത്ത് മാറ്റിയാൽ ഒരു കൺവിൻസിങ് അല്ല പാട്ടുകളൊന്നും. അതെ, പ്ലേസ്മെന്റ് ഒന്നും. പിന്നെ ഇതിലെ ഫൈറ്റ് എടുത്ത് മാറ്റിയാൽ അടുത്തൊരു 1/2 മണിക്കൂർ കൂടി കുറഞ്ഞു കിട്ടും. അപ്പൊ തന്നെ പടം 2 മണിക്കൂറായിട്ട് കുറയും. ബാക്കി സീനുകൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതിലുള്ളത് നമുക്ക് പറയേണ്ട ഒരു കാര്യം, സാം CS ഇതിൽ അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിക്രം വേദിയിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, മലയാളിയാണ് പുള്ളിയാണ് RDXലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ട് ചെയ്തത്. പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്തിയെങ്കിലും എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ഫീൽ ആയത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത്യാവശ്യം നമുക്ക് കേട്ടോണ്ടിരിക്കാം. സോങ്ങുകൾ വീക്ക് ആകുമ്പോഴും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ഏറ്റവും വലിയ വിഷമം ഫഹദിനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യിച്ചു എന്നുള്ളതാണ്. ആ ക്യാരക്ടറിനെ ഭയങ്കര ലോയിലോട്ടാണ് കൊണ്ടുവന്നത്. ഫഹദിന്റെ പുറത്തോടി മൂത്രമൊഴി അങ്ങനത്തെ ടൈപ്പ് ഒരു സീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. റിവീലിംഗ് അല്ല അല്ലേ, അങ്ങനെ ഒരു സീൻ വരെ ഇതിനകത്തുണ്ട്. അത്രമാത്രം ആ ക്യാരക്ടറിനെയും ആ ആർട്ടിസ്റ്റിനെ താഴോട്ട് കൊണ്ടുപോകുന്ന ഒരു വില്ലനാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ഹൈപ്പ്, ഒരു ക്വാളിറ്റി വില്ലൻ ആക്കായിരുന്നല്ലോ. പുഷ്പ ഈ കട്ടായി നിൽക്കുന്ന ഒരു വില്ലൻ ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ചുമ്മാ തട്ടാനായിട്ടൊരു വില്ലൻ, ഞാൻ അപ്പുറത്തേക്ക് ഒന്നും തോന്നിയിട്ടില്ല ഈ ക്യാരക്ടർ. മൊത്തത്തിൽ നമ്മൾ 2 വർഷം കാത്തിരുന്നത് കാട്ടവരാധിച്ചതിനായിരുന്നു. ഇത്ര ഹൈപ്പ് കൊടുക്കുന്ന എന്തിനാണ് അല്ലേ? ചിലപ്പോ ഇത് തമിഴന്മാർക്കും തെലുങ്ക് ഓഡിയൻസിനും വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് സിനിമയിൽ പോയി കണ്ട് ഒരു കാട്ടവരാധം അത് പറയണം. പിന്നെ പുഷ്പ 1 കിട്ടിയ നാഷണൽ അവാർഡ് പോലെ പുഷ്പ 2 നാഷണൽ അവാർഡ് കിട്ടാൻ അല്ലു അർജുൻ കുറെ സിന്ദി സീനൊക്കെ അവസാനത്തെ അടവാണെന്ന് കിട്ടുക. പക്ഷേ പുഷ്പ 1 പോലും ജനുവരിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും നാഷണൽ അവാർഡ് ഒന്നും കിട്ടാനുള്ളതൊന്നും ഇല്ല പറയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോ 3.5 മണിക്കൂറൊക്കെ സിനിമയിൽ അഭിനയിച്ചതാണ് പുള്ളി, കണ്ടറിയാം. പക്ഷെ പുള്ളി ജനുവലി ഭയങ്കര എഫേർട്ട് ഇട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഫൈറ്റ് ചെയ്തും ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ട്. പക്ഷെ സ്റ്റോറി ഓക്കെ അല്ലെങ്കിൽ, ആ സിനിമ വന്ന ആ ഒരു ഫോർമാറ്റ് ഓക്കെ അല്ലെങ്കിൽ അതെല്ലാം എന്താണ് വേസ്റ്റ്, ആൾക്കാരിൽ എത്താതെ പോകുന്നൊരു സിറ്റുവേഷൻ ആവും. വർത്ത്ലെസ് ആയിട്ട് പോകും. എന്തായാലും ഇത്രയും ബഡ്ജറ്റ് വന്ന സിനിമയാണ്. ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർ, ഒരു ഭയങ്കര ക്രൗഡിന്റെ കൂടെ ഒരു ഭയങ്കര ഒരു പംപ്ഡ് മ്യൂസിക് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുഷ്പ 2 എക്സ്പീരിയൻസ് ചെയ്യാം. ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലു അർജുനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാരും പോയി കണ്ടിട്ട് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് അൾട്ടിമേറ്റ് ഒരു കോമഡി, ഒരു സ്പൂഫ് പോലത്തെ ഒരു പടമായിരിക്കും. നിങ്ങൾ ഇതിൽ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ട് ഡിസൈഡ് ചെയ്യും.